EPFO ഗുണഭോക്താക്കൾക്കും തൊഴിലുടമകൾക്കും തിരിച്ചടി സമ്മാനിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നിർബന്ധിത EPF നിക്ഷേപങ്ങൾക്കുള്ള വേതന പരിധിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. EPFO ഗുണഭോക്താക്കൾക്കും തൊഴിലുടമകൾക്കും തിരിച്ചടി സമ്മാനിക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. നിർബന്ധിത EPF നിക്ഷേപങ്ങൾക്കുള്ള വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 20,000 രൂപയായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ പുതുക്കിയ ശമ്പള പരിധി പ്രാബല്യത്തിൽ വരും. ശമ്പള പരിധി 25,000 ആക്കി ഉയർത്തുന്നത് വലിയൊരു വിഭാഗം തൊഴിലാളികളെയും നിർബന്ധിത EPFOയ്ക്ക് കീഴിൽ കൊണ്ടുവരും. ഇതോടെ മാസാവസാനം ശമ്പളമായി കയ്യിലേക്ക് ലഭിക്കുന്ന തുകയിലും വലിയ ഇടിവ് സംഭവിക്കും. PF-ലേക്കുള്ള പ്രതിമാസ കിഴിവുകൾ വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഇത് ജീവനക്കാരുടെ ദീർഘകാല വിരമിക്കൽ സമ്പാദ്യം ഇരട്ടിയാക്കാനും സഹായിക്കും. എന്നാൽ തൊഴിലുടമകൾ ജീവനക്കാർക്ക് തുല്യമായ EPF സംഭാവനകൾ നൽകേണ്ടതിനാൽ അവരുടെ സാമ്പത്തിക ചിലവും വർദ്ധിക്കും. ഇത് ഇടത്തരം ചെറുകിട സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കും. നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് സമാഹരണം, എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരമുള്ള സംഭാവനകൾ, എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയുൾപ്പെടെ എല്ലാ EPFO ആനുകൂല്യങ്ങളും പുതുക്കിയ വേതന പരിധിക്ക് കീഴിൽ വരും. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്.